ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞണ്ട് 4 ഞണ്ടുള്ളൂ കേട്ടോ. ഒരെണ്ണം വലുത്, ബാക്കി 3 ചെറുതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുന്ന ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറേ ഞണ്ട് റോസ്റ്റും അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3-4 വർഷമായിട്ടുള്ള കളിയില്ലേ യൂട്യൂബിൽ. അപ്പോൾ ഇന്ന് ഇതന്നെ വീണ്ടും. അപ്പോൾ ഞണ്ട് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അത് കഴുകിയിട്ട് പിന്നെ നമ്മളൊരു ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കും. അത് തിളച്ച് കഴിയുമ്പോൾ അതെടുത്തിട്ട് പിന്നെ അത് നന്നാക്കി എടുക്കണം. പിന്നെ നമ്മൾ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെയൊക്കെ മസാലയൊക്കെ ചേർത്ത് തക്കാളി, സവാളയൊക്കെ ഇട്ട് വഴറ്റി ഒരു മസാല റോസ്റ്റ്. അതാണ് നമ്മുടെ ഞണ്ട് മസാല കേട്ടോ. എളുപ്പ പരിപാടിയാണ്. അപ്പം എൻ്റെ മോനെ ഞണ്ടിനെ ആദ്യം കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പേടി മാറി. ഇപ്പോൾ ആകുമ്പോൾ തൊട്ട് തലോടിയൊക്കെ നിൽക്കാനായി. ഇപ്പോൾ ആ ഭയമൊക്കെ പോയി. അപ്പോൾ ആ ഞണ്ടിൻ്റെ 3 ഡോട്ട് കണ്ടിട്ട് കണ്ണാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് കണ്ണല്ല എന്ന് പറഞ്ഞിട്ട് അവനത് അംഗീകരിച്ച് തരുന്നില്ല, കണ്ണല്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ എല്ലാവർക്കും സുഖം വിചാരിക്കണം. എനിക്കും കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ പോണു കാര്യങ്ങൾ. അടുത്ത മാസമാണ് നമ്മൾ വെയിറ്റിംഗ് കംപ്ലീറ്റ് ആകുക. സംസാരത്തിൽ ഇപ്പോഴൊരു കിതപ്പുണ്ടാവട്ടെ. ഞാൻ എൻ്റെ കുറേ വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്താലൊക്കെ വോയിസ് ഓവർ കൊടുത്താലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇത് കിതപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കേട്ടോ. കുഴപ്പമുള്ളതല്ല, അല്ല എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുക്കളയിലൊക്കെ കയറി കുക്കിങ്ങൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിത്ത് ഡോക്ടറുടെ പെർമിഷനോടുകൂടി നമ്മൾ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെറുതായിട്ട് ചെയ്തോളം പറഞ്ഞിട്ടുണ്ട്. അധികം ദേഹനങ്ങാത്ത രീതിയിലുള്ള ജോലികൾ കേട്ടോ, ഒരു സെഡൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ. കുക്കിങ് നമ്മുടെ ഈ ഗ്യാസ് സ്റ്റവ് പോലെ കുക്കിങ്ങൊന്നും വലിയ പാടുള്ളതല്ലല്ലോ. ഒക്കെ സിമ്പിളായിട്ടൊന്നും ചെയ്യാവുന്നതല്ലോ. അപ്പോൾ ഇത് ഫുള്ള് എൻ്റെ കൈകളാണ് ഈ ഞണ്ടിൻ്റെ പ്രിപ്പറേഷനിൽ. അപ്പോൾ അതേ നമ്മൾ അതിൻ്റെ എല്ലാ പരിപാടിയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ അമ്മ അവിടെ അയില കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. ചെറിയ അയിലയാണ്. അപ്പോൾ അത് ചാറ് കറി പോലെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അയില ഞങ്ങൾ വെക്കാനായിട്ട് ഓൾറെഡി നന്നാക്കിയൊക്കെ കഴിഞ്ഞ സമയത്താണ് അപ്പച്ചൻ പിന്നെ ഞണ്ട് കിട്ടിയപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞണ്ട്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം പ്രാന്തുള്ള സാധനം എന്നൊക്കെ പറയാം, അങ്ങനെയാണ്. ഞണ്ട്, കക്ക, ചെമ്മീൻ, കൂന്തൽ, ഈ 4 ഐറ്റം ഭയങ്കര ഇഷ്ടം എനിക്ക്. ബാക്കി വലിയ മീനുകളോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ചാളയിലാണ് ഇഷ്ടം. ഈ അറിക്ക, കുടുത, പിന്നെ അത് വറ്റ, ആവോലി അങ്ങനത്തെ മീനുകളൊന്നും എനിക്ക് ഇഷ്ടമേ ഇല്ല. ഞാൻ കഴിക്കൂല, ആ വഴിക്ക് പോകില്ല. കാരണം എൻ്റെ വീഡിയോസ് സ്ഥിരം കണ്ടവർക്ക് പറയാൻ പറ്റും, ഇതൊന്നും എൻ്റെ വീഡിയോസിൽ കുക്കിംഗ് കാണില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. അതുപോലെ പോർക്ക് എനിക്ക് ഇഷ്ടമില്ല. അതൊന്നും പോർക്ക് 1-2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നും. പക്ഷേ ഞാനത് കഴിക്കുകയൊന്നും ചെയ്യില്ല. കുക്കിങ്ങും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇപ്പം ഒരു നിവൃത്തി ഇല്ലെങ്കിൽ ചെയ്യും എന്നുള്ളൂ. പക്ഷേ എൻ്റെ വീഡിയോസിലെ മെജോറിറ്റി ഈ വക ഐറ്റംസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. നോൺ വെജിൽ ചിക്കനും അതുപോലെ മീൻ വിഭവങ്ങൾ വരുമ്പോൾ ഞണ്ട്, കക്ക, കൂന്തൽ, ചെമ്മീൻ സ്ഥിരമായിട്ടുള്ളൊരു വേട്ടമുറുകാണ് എൻ്റെ വീഡിയോസിൽ. അങ്ങനെ അപ്പോൾ ഇതിന്ന് ഞണ്ടാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അയിലമ്മ ശരിയാക്കിയത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കാച്ച വേണ്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ അയില കറി വെച്ചിട്ടുള്ള. ഞാൻ പക്ഷേ ഞണ്ടുള്ള കാരണം അയിലൊന്നും കഴിച്ചില്ല. ഞണ്ട് മാത്രം കൂട്ടി ചോറുണ്ടു. പിന്നെ എനിക്കിപ്പോൾ അത്രയധികം ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു GDM എന്ന് പറയും, ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ഷുഗറിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നിൽക്കണം. ഇപ്പം ഇല്ല, പക്ഷേ ബോർഡറിലാണ്. ഒരു ഭയങ്കര കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ അപ്പോൾ കുറച്ച് ചോറേ കഴിക്കണ്ടോ. അപ്പോൾ അതിലേക്ക് മീൻ കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞണ്ട് സിമ്പിളായിട്ട് റെഡി ആയിട്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിച്ചാൽ മതി. കാരണം നമ്മൾ ആദ്യം ഒന്ന് പുഴുങ്ങിയെടുത്ത പോലെ എടുത്തിട്ടുണ്ട്. പിന്നെ അധികം വേവിൻ്റെ ആവശ്യമില്ല. ഇനി അതേ വെള്ളം കൂടി ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. കുറച്ച് വേപ്പിലയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടി അതൊക്കെ ആയിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ മോനൊരു വലിയ പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബായ്.